നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മനുഷ്യർക്ക് പകരം റോബോട്ടുകൾ ജോലി ചെയ്യുന്നത് പുതിയ കാര്യമല്ല. എന്നാൽ കൊറോണ കാലത്ത് സാമൂഹിക അകലം പാലിച്ച് ബിസിനസ് നടത്തുന്നതിനായി ദുബായിലെ റോബോ കഫേ റോബോട്ടുകളെയാണ് ഉപയോഗിക്കുന്നത്. സാമൂഹിക അകലം പാലിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകളാണ് ഇവിടെ ഓർഡറുകൾ എടുക്കുന്നതും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും. കോവിഡ് കാലത്ത് ഒട്ടേറെ പുതിയ ആകർഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചാരികളുടെ പ്രിയ നഗരമായ ദുബായ് മുഖം മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന ആകർഷണമാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലെ റോബോ കഫേ. റോബോട്ടുകളാണ് ഈ കഫേയിൽ സഞ്ചാരികളെ വരവേൽക്കുന്നത്. ഭാവിയുടെ മുഖമാണ് 2020 ജൂണിൽ ആരംഭിച്ച റോബോ കഫേ സന്ദർശകർക്ക് മുന്നിൽ തുറക്കുന്നത്. ഈ കഫറ്റീരിയയിൽ മനുഷ്യരായ വെയിറ്റർമാരോ പാചകക്കാരോ ഇല്ല. എല്ലാ ജോലികളും ചെയ്യുന്നത് ജർമ്മൻ നിർമ്മിത റോബോട്ടുകളാണ്. ഓർഡർ എടുത്ത് അതനുസരിച്ച് സാധനങ്ങൾ തയ്യാറാക്കി ഉപഭോക്താക്കളുടെ മേശപ്പുറത്തെത്തിക്കുന്നത് റോബോട്ടുകളാണ്. കോവിഡ് ഭീതിക്കിടെ ഇത് നല്ലൊരു ആശയമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ സൂക്ഷ്മതയോടെ വിതരണം ചെയ്യുന്നതിൽ റോബോട്ടുകൾ മിടുക്കന്മാരാണ്. ആയതിനാൽ റോബോ കഫേ എന്ന ഈ ആശയം ജനപ്രിയമാകുമെന്നാണ് പ്രതീക്ഷ. റോബോട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ മനുഷ്യരുടെ രൂപസാദൃശ്യമുള്ള യന്ത്രമനുഷ്യരാണ് നമ്മുടെ ഓർമ്മയിലെത്തുക. ഇവിടെ ഒരു യന്ത്രൻ പ്രതീക്ഷിച്ചവർക്ക് നിരാശയായിരിക്കും ഫലം. 3 റോബോട്ട് കൈകളാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ആളുകൾ അവരുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള സ്മാർട്ട് സ്ക്രീനിൽ ഓർഡർ നൽകണം. അവ തരംതിരിച്ച് റോബോട്ടുകൾ അതാതിടങ്ങളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഭക്ഷണം എത്തിക്കും. കോഫികൾ, ഹോട്ട് ചോക്ലേറ്റ്, റാപ്പുകൾ, പേസ്ട്രികൾ എന്നിവയാണ് ഇവിടുത്തെ സ്ഥിരം മെനുവിലുള്ളത്. കോവിഡ് കാലത്ത് സാങ്കേതിക വിദ്യയുടെ ഇത്തരത്തിലുള്ള ഉപയോഗം സുരക്ഷിതത്വം കൂട്ടാൻ ഉതകുമെന്നാണ് സന്ദർശകരുടെ അഭിപ്രായം. ആളുകളുടെ എണ്ണം കുറയ്ക്കാനും അതുവഴി മികച്ച രീതിയിൽ ശാരീരിക അകലം പാലിക്കാനുമെല്ലാം റോബോട്ടുകളെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്നതാണ്. റോബോട്ടുകൾക്ക് എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുമ്പോഴോ മേശകളും മറ്റും തുടയ്ക്കുന്നതിന് മാത്രമാണ് ഇവിടെ മനുഷ്യരുടെ ആവശ്യമുള്ളത്. മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് റോബോട്ടുകൾ തന്നെ. ദക്ഷിണ കൊറിയയിലും മനുഷ്യർക്ക് പകരം ഇങ്ങനെ റോബോട്ടുകളെ ഉപയോഗിക്കുന്നുണ്ട്. സോളിലെ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം എത്തിക്കാനായി ട്രോളിയുടെ മാതൃകയിൽ നിർമ്മിച്ച കബെ എന്ന പേരുള്ള റോബോട്ടിനെ ഉപയോഗിക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയൻ ടെലികോം കമ്പനിയായ KT കോർപ്പാണ് അഗ്ലിയോ കിം എന്ന ഈ റോബോട്ട് വികസിപ്പിച്ചെടുത്തത്. മനുഷ്യർ തമ്മിലുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനും സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിനുമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതലാണ് ഇത് തുടങ്ങിയത്. 1.25 മീറ്റർ ഉയരമുള്ള ഈ റോബോട്ടിൽ 30 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഫുഡ് ട്രേകളുണ്ട്. കൊറിയൻ, ഇംഗ്ലീഷ് ഭാഷകളിൽ ആശയവിനിമയം നടത്താനാവുന്ന ഒരു LCD സ്ക്രീനും സ്പീക്കറും ഇതോടൊപ്പം ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരേ സമയം 4 ടേബിളുകൾ വരെ ഭക്ഷണം എത്തിക്കാൻ ഇതിന് സാധിക്കും. ടച്ച് സ്ക്രീനിലൂടെ ഉപഭോക്താക്കൾക്ക് ഓർഡറുകൾ നൽകാം. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആശ്രയിച്ചിരിക്കും. ഓർഡറുകൾ പട്ടികപ്രകാരം തരംതിരിച്ച് ചെറിയ സർവീസ് ബോർഡിൽ സ്ഥാപിക്കും. തുടർന്ന് സർവീസ് ബോർഡ് ഉപഭോക്താവിന് മുന്നിലെത്തും. ദുബായ് സർക്കാരിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംരംഭത്തിന്റെ പിന്തുണയോടെ 2 വർഷം മുമ്പാണ് റോബോ കഫേ ആരംഭിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.